ഹലോ ഗൈസ്, ദിസ് ഈസ് പരീസ്. വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇന്ന് പുതിയൊരു ചാലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. How well do we know each other? അതാണ് ചാലഞ്ച്. എന്നുവെച്ചാല് പരസ്പരം നമ്മള് എത്ര അറിയുന്നു എന്നുള്ള ചാലഞ്ചാണ്. ഞാന് 5 ക്വസ്റ്റ്യന് റെഡി ആക്കിയിട്ടുണ്ട്. ഓളും ഞാൻ 5 ക്വസ്റ്റ്യൻസ് റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ 5 ഉണ്ടാക്കി. അതിൽ തെറ്റ് വരും. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ഇപ്പൊ ഇവള് റോങ് പറഞ്ഞാല് നമ്മളെ കാത്തിരിക്കുന്നു. ഗ്രീൻ ചില്ലി, പച്ചമുളക്. ഇത് തിന്നേണ്ടി വരും. അപ്പോ അതാണ് ചാലഞ്ച്. നമ്മൾ ഓരോ ചോദ്യം ചോദിക്കുമ്പോ ആൻസർ തെറ്റാണെങ്കിൽ അപ്പോ ഫസ്റ്റ് നീയാണോ ഓർഡർ ഇവൻ? ഓർഡർ ഇവൻ. നീ ഇത് പറ. ഞാൻ ഓട്. നീ എപ്പോഴും ഞാൻ ഇവൻ. ഇവൻ. ഞാൻ ഇവൻ സെലക്ട് ചെയ്തേ. ഓടോർ ഇവൻ. എന്നോടാണ് നിന്റെ കളി. ഓടിവൻ. അപ്പൊ ഞാൻ ഇവൻ. അയ്യോ, നീ ഇവന്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നതാണ്. ഓക്കെ, ഞാൻ എടുത്തു. ഓക്കെ, ഞാൻ ചോദിക്കാൻ പോകുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യന്, എന്റെ ഉപ്പാടെ ഉമ്മാനെ ഞാൻ എന്താണ് വിളിക്കുന്നത്? ഞാൻ പല വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരോട്. ഉപ്പാനോ? അപ്പ. അത് ഉപ്പ. ഞാൻ ഉപ്പാടെ ഉമ്മ. ഉപ്പാടെ ഉമ്മാണ. എനക്കറിയോ? ഞാൻ ഇവളോട് കൊറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. കച്ചില്ലല്ലോ. അപ്പൊ നീ ഉമ്മാന്റെ ഉപ്പാടെ ഉമ്മ. ഉപ്പാടെ ഉമ്മ. ഉപ്പാടെ ഉമ്മാണ് ഞാൻ എന്താ വിളിക്കുന്നത്? ബായ്. ഓക്കെ, ബായ്മ കറക്റ്റ്. ഞാൻ എന്റെ ഉപ്പാടെ ഉമ്മാനെ ബായ്മാന്ന് വിളിക്കുന്നത്. ഞാനിത് രക്ഷപ്പെട്ടിരിക്കുന്നു. അടുത്ത നിന്റെ ഞാൻ ചോദിച്ചില്ല. ഈസി ക്വസ്റ്റ്യൻ ആണ്, എനിക്കറിയാവുന്നതാണ്. ഓക്കെ, എന്റെ ഫ്രണ്ട് TV, എന്റെ ഹാളിലുള്ള ടിവിയുടെ ബ്രാൻഡ് എന്താ? LG. വലിയൊരു ചാൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാ അറിയാവാ? LG. ഞാനോ ആൻസർ വന്നിട്ട് ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. സാംസങ്. നീ ഇവിടുത്തെ LG ആണെന്ന്. ഞാൻ ഈ LG ചിഹ്നം വരുന്നതിന്റെ കാണിട്ടുണ്ട്. ഓക്കെ, അതല്ല ചെറിയ രീതിയിൽ. സോ എന്റെ വീട്ടിന്റെ ഫ്രണ്ട് വെച്ച ഹാളിലുള്ള ടിവിയുടെ പേര്, ബ്രാൻഡ് നെയിം സാംസങ്. അത് നീ പരിപ്പായാലും തിന്നാൻ പോകുന്നതാണ്. മണം കേൾക്കുമ്പോ തന്നെ വേണം. വെള്ളം ഇടണ്ട് കേട്ടോ, നീ പേടിക്കണ്ട. തിന്നോട്. കാശ്മീരി ചില്ലി കൊടുത്തോ? എരിയുണ്ടാ? ഞാൻ വെള്ളം കുടിക്കാൻ പോകുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ലതാ. ഗ്ലാസ് കുടിച്ചേ. ഒരു ഗ്ലാസ് നാക്ക് കുറച്ച് പുകയുന്നതാണല്ലോ. ഞാനും കുറച്ചായിക്കോട്ടോ. നീ കഴിച്ചത്ര? എന്റെ നീ കഴിച്ചത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഞാൻ ഈസി ക്വസ്റ്റ്യനാ ചോദിച്ചത്. നീയാ പറയാത്തത് കേട്ടാ. ഓക്കെ, അടുത്ത ചോദിക്കും. സോ നിന്റെ ചാൻസ് ചോദിച്ചു. ഞാന് ചോദിക്കാൻ പോകുന്നതാണ്. നമ്മൾ ഇത് ചിലപ്പോ അറിയായിരിക്കും, കാരണം നമ്മുടെ കാര്യമല്ല. അപ്പൊ നമ്മൾ പണ്ട് വഴക്കിട്ടിട്ടുണ്ട്. പണ്ട് ഭയങ്കരമായിട്ട് വഴക്കിട്ടിട്ടുണ്ട്. ആ കാലം
ഐ മീൻ ഏത് ക്ലാസ്സിലാണ് നമ്മള് വഴക്കിട്ട് കുറെ നാളിതായത്? അയിനോ പക്ഷെ നീ കൊറേ ടൈം അല്ല പക്ഷെ ഇത് കുറച്ച് ഇത് കുറച്ച് long ആയിരുന്നു. ഇവൾക്ക് ജാടോ ഇവള് ഭയങ്കര തൊട്ടേ വിളിച്ചാൽ ആൻസർ പറയും. 7th 8th 6th ഏകദേശം 6ന്റെ പകുതിക്കല്ലേ? ഓക്കെ 7 8th തൊട്ട 8th അല്ല 7th 8th കൂട്ടാ. 8th പകുതി ആവുമ്പോഴത്തേക്കല്ലേ ടീച്ചർ? കറക്റ്റ് ആണ് പറഞ്ഞ. ശരി ചോദിക്കണ്ടായിരുന്നു. വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പക്ഷെ അത് ചോദിച്ചാൽ മതി. പക്ഷെ അത് ചോദിച്ചിരിക്കും. ശരി നീ ഇത് ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഓക്കെ സോ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇവൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ നെക്സ്റ്റ് ഞാൻ കൊടുത്തിരിക്കും. ഓക്കെ ഞാൻ ചോദിക്കാം. നെക്സ്റ്റ് എന്റെ ക്വസ്റ്റ്യൻ ചോദിക്കണേ. എന്നെ കൊണ്ട് തീറ്റിക്കല്ലേ? ഇതിനെ കൊണ്ട് ഞാൻ തീറ്റിക്കില്ല. ഓക്കെ അയാൾക്ക് എത്ര കസിൻ സിസ്റ്റേഴ്സ് ഉണ്ട്? ഓക്കെ ഞാൻ പറഞ്ഞത് എന്റെ ഉപ്പാന്റെ കുടുംബത്തിലെ കസിൻസ് പേര് മാത്രം. 12 sisters. 12. എക്സ്ക്യൂസ് മീ ഞാൻ ഇവിടെ അന്ന് എനിക്ക് ഓർമ്മയാണ്. അന്ന് ക്ലാസ്സിൽ ഫ്രീ പീരീഡ് നമ്മള് എന്താ സംസാരിച്ചോണ്ടിരുന്നു. അപ്പൊ കസിൻസിനെ പറ്റി പറഞ്ഞപ്പോ ഇവിടെ 12 ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് കൊറേ പെൺകുട്ടികളുണ്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ തെറ്റാൻസർ എണ്ണി നോക്കിയില്ല. അത് എന്നെ കൂട്ടണ്ട കേട്ടാ. എന്റെ അനിയത്തിനെ കൂട്ടണ്ട. ബാക്കി ഉള്ളതാ ഞാൻ പറഞ്ഞത്. എന്റെ ഉപ്പാന്റെ കുടുംബത്തിലാണേ. 12 അല്ല 5 ഉള്ളു. 5 ഇല്ല 4 5 12 ഇല്ല. എന്നുവെച്ചാല് ഉപ്പാന്റെ ഏട്ടന്റെ 3 മക്കള്, ഉപ്പാന്റെ ഏട്ടന്റെ 2 മക്കളും. ഫൈറൂസും. പക്ഷെ എനിക്ക് എന്റെ ഓർമ്മയില് ഇവിടെ 12 പറഞ്ഞു. 5 എണ്ണാള്. ഓക്കെ 5 എങ്കിൽ 5. ശരി ഇതെന്ത് വലുതാ? ശരി ഇത് ചേർത്ത് നോക്കാം. ഞാൻ നേരത്തെ കടിച്ചു തന്നെ ഉണ്ടായിരുന്നല്ലോ. നേരത്തെ കഴിച്ചത് മിഡിൽ പീസ്. നീയാ ചോദിച്ചത്. ഇത് ചീറ്റിങ്ങോട് ചോദിച്ചിട്ട് തിന്നാ പോകുന്നതാണ്. ഇവള് എന്നെ വിടൂലെന്ന് തോന്നുന്നു. ഞാനിപ്പോ അടുത്ത കഴിക്കാണ്ടിരുന്നു. തിന്നോട് അത് ഞാൻ കഴിപ്പിച്ചിരിക്കും. വെള്ളം ശരി. പാവം പാവം എന്താ ചെയ്യാ? നെക്സ്റ്റ് ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും. ഞാനല്ലേ? അല്ല ഞാൻ ഈസി ക്വസ്റ്റ്യൻ തരും. അതുകൊണ്ട് നീ എനിക്ക് ക്വസ്റ്റ്യൻ തരണോ? ശരി കണ്ടില്ല. ഓക്കെ ചോദിക്കണേ. ചോദിക്കൂ. എന്നെ മുഖത്തേക്ക് നോക്കണം. ഞാൻ അങ്ങോട്ടൊന്നും നോക്കരുത്. ഇല്ല ഞാൻ ചോദിക്കാൻ പോണേ. എന്താ ഇപ്പൊ ഷെസാനെ ഞാൻ നേരത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളെ നമ്മളെ ഫ്രണ്ട് ചെയ്യിപ്പിച്ചാണ്. അപ്പൊ ഞാൻ അതിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നതാണ്. ഞാൻ ഷെസാക്ക് എപ്പോഴും സ്കൂളില് എന്താ ഒരു പീരീഡില് ഞാന് എന്താ ഓളുടെ ഫേവറേറ്റ് സോങ് ഞാൻ പാടിക്കൊടുക്കുന്നുണ്ട്. വിച്ച് സോങ് ആൻഡ് ഇൻ വിച്ച് പീരീഡ്? 2 ചോദ്യം പറ്റൂല. അല്ല ഒന്നെങ്കിലും ഒരു ചോദ്യം. ഇല്ല ഇത് ഒരു ചോദ്യമാണ്. ഇല്ല ഒരു ചോദ്യമാണ്. അത് വിച്ച് പീരീഡ്, അത് ഏത് സോങ് ആണെന്ന് പറഞ്ഞാലും മതി. പീരീഡ് അറിയാന്ന് പറയാതിരിക്കാലോ. നീ എനക്ക് ചെന്നപ്പോ വേറെ വേറെ ഓട്ടോ ഇല്ല കഴിപ്പിച്ചിരിക്കുന്നതാ. ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ശരി ശരി ഓപ്പൺ ആയി പാടിക്കൊടുക്കാറുണ്ട്. നിന്റെ മുന്നിൽ ഞാൻ പാടിക്കും. ഞാൻ എന്റെ മലരയാ? ഇല്ല തെറ്റി. ചാൻസ് തെറ്റി. ഇല്ല അതൊക്കെ ചാൻസ് ഉണ്ട്. നീ ആൻസർ പറഞ്ഞില്ലല്ലോ. ഇല്ല 2 ചാൻസ് 3 ചാൻസ് ഇത് പറ്റില്ല. ഞാൻ ഫസ്റ്റ് അപ്പൊ അതിന്റെ മുന്നിൽ ഞാൻ ആൻസർ പറഞ്ഞു പോയി. സോറി. അല്ല ഇതൊക്കെ നീ തിന്നണോ? ഇംഗ്ലീഷ് പാട്ടാ? അത് പറഞ്ഞു. ഇല്ല മലയാളം പാട്ടാണ്. ഓളുടെ ഫേവറേറ്റ് സോങ് ആണ്. അത് എപ്പോഴും ഇവളുടെ മുന്നിൽ ഞാൻ ഗെയിംസ് പീരീഡ് അല്ല എപ്പോഴും ഞാൻ പാടുന്നുണ്ട്. അല്ല അതൊരു പെർട്ടിക്കുലർ പീരീഡ് തന്നെയാണ് ഇവൾക്ക് എപ്പോഴും പാടിക്കൊടുക്കുന്നത്. പക്ഷെ നിന്റെ മുന്നിൽ ഞാൻ ഫ്രീ പീരീഡ് എപ്പോഴും കുറെ പ്രാവശ്യം ഞാൻ പാടുന്നുണ്ട്. അതേത് പാട്ട്? ആൻസർ പറഞ്ഞ ശേഷിയില്ലേ? അതെന്റെ മുന്നിൽ പാടിയില്ല. ഞാൻ മുളക് തിന്നൂല. 1 2 4 5 4 5 ദിനേശ എന്താണ്
പറയുവാൻ ഇതാദ്യമായി ഇഷ്കിര പാട്ട്. ഞാൻ നേരത്തെ കടിച്ച പോലെ നീ കടിക്കണം. ഇവിടെ പറയുന്നത് നീ കടിക്കണോ? ഓഡിയൻസ് കണ്ട് ഒരു കടിയും കൂടെ കടിക്കണം. എരിവൊന്നുമില്ല, പേടിക്കണ്ട. വെള്ളം വേണോ? കുടിക്കും. എരിവില്ലടി. എരിവില്ല, അത് നാക്ക് എരി വന്നാലും നീ വിഴുങ്ങിക്ക. എരിവില്ല, എരിവില്ലാത്ത മുളകാന്ന് തോന്നുന്നു. എനിക്ക് അത്ര എരിവും തോന്നിക്കില്ല. ഓക്കെ, അതെന്താ സംഭവിച്ചത് മനസ്സിലാക്കില്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ല ഈ ആൻസറിനെ കിട്ടില്ല. ഇപ്പൊ എത്ര ചോദ്യം ചോദിച്ചു നീ? 2. 6 ചോദ്യം 3 ചോദ്യം ചോദിച്ചു. 6 ചോദ്യം ചോദിക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇപ്പൊ 3 ചോദ്യം ചോദിച്ചു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. എന്റെ ഷെൽഫിൽ എത്ര ബുക്ക് ഉണ്ട്? കൊറേ ബുക്ക് ഉണ്ട്. ഇവളുടെ ബുക്ക് അങ്ങനെ എണ്ണാനൊന്നും പറ്റും. കൊറേ ഇവിടെ ഒന്നാമത് പഠിപ്പിസ്റ്റാണ്, പഠിപ്പി മോളാണ്. ഒരു ഈസി ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇല്ല, ഇത് കൊറേ ബുക്കില്ല, അതന്നെ ആൻസർ. അൺകൗണ്ടബിൾ കൊറേ ഗൈഡ്സ് എല്ലാം ഉണ്ട്. ഇല്ലില്ല, നിനക്കറിയോ? എനക്കറിയില്ല. അപ്പൊ ഇവളുടെ ബുക്ക് ഷെൽഫിൽ വെച്ചാൽ കൊറേ ബുക്ക് ഉണ്ട്. കൊറേ ബുക്ക് ഉണ്ട്. ഞാൻ ഇപ്പൊ വന്നപ്പോ തന്നെ കൊറേ കണ്ട്. അപ്പൊ അൺകൗണ്ടബിൾ. ഇത് ശരിയാക്കണം എനിക്ക്. ഇത് ശരിയാണ്, അൺകൗണ്ടബിൾ. ഓക്കെ, എന്റെ ശരിയായി. അപ്പൊ ഇവളുടെ ഷെൽഫിൽ പറയാം. എന്റെ ഷെൽഫിൽ കൊറേ ബുക്ക് ഉണ്ട്. ഞാൻ വരെ എണ്ണീക്കില്ല ഇതുവരെ. എന്നോട് ചോദിച്ചു നീ എന്താ ആൻസർ പറയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു. കൊറേ ഉണ്ട്, എണ്ണ ഇരുന്നിട്ട്. ഓക്കെ, ഇത് ഈസി ചോദ്യമായിരിക്കും, ഇവൾക്ക് കിട്ടും. ഓക്കെ, നമ്മൾ കണ്ടുമുട്ടിയത് എപ്പോഴാണ്? ഏത് ക്ലാസ്? വിച്ച് പീരീഡ്? വിച്ച് ഇയർ? ഏതാണ്? എന്താണ് സംസാരിച്ചത്? ഫുൾ അറിയാം. 4ാം ക്ലാസ്സിൽ. ഇയർ ഓർമ്മയില്ല. 4ാം ക്ലാസ്. ഏത് ഇയറാ? ആലോചിച്ച് നോക്കണ്ടേ? എന്താ അത് പറയണോ? അത് കിട്ടിയില്ലേ ഒരു കടിയുണ്ട്. ആണ് എന്നെ കൊണ്ട് ഇത് തിന്നിപ്പിച്ച്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇയർ ഞാൻ പറഞ്ഞുതരാം. 4ാം ക്ലാസ്സിൽ മലയാളം പീരീഡിന് ഷിഫ്റ്റിംഗ് അല്ലേ കാണാറ്? മലയാളം പീരീഡിന് എന്താണ് സംസാരിച്ചത്? എന്താ സംസാരിച്ചത്? എനിക്ക് ഓർമ്മയുണ്ട്. നീ ഫസ്റ്റ് എന്റെ അടുത്ത് എന്താ ചോദിച്ചേ? നിന്റെ പേരെന്താന്ന്? ഇവിടെ ഞാൻ ഇരിക്കാൻ പറ്റുമോ? നീ വേറെ കുട്ടികളോട് എപ്പോഴും ഇരിക്കല്. പിന്നെ ഞാൻ നിന്നോട് എന്താ ചെയ്യുന്നത്? നീ മുളക് തിന്നണോ? ഒന്ന് കറക്റ്റ് ആയിട്ട് പറയണേ. 4ാം ക്ലാസ്സിൽ മലയാളം പീരീഡ് ഷിഫ്റ്റിംഗില് 5 ചോദ്യത്തിൽ ഇയർ ഞാനിപ്പോ പറഞ്ഞുതരാം. 2014. സംസാരിച്ചില്ല, അത് പോട്ടെ. ബാക്കി 3 ആൻസർ ഞാൻ പറഞ്ഞു. എന്താ സംസാരിച്ചേ? പുതിയ കുട്ടിയാണല്ലേ, അതാണ് ചോദിച്ചത്. ഇപ്പഴും ഓർമ്മയുണ്ട്. ഇവള് യൂഷ്വലി നമ്മള് ചോദിക്കുക ഒന്നും ഓർമ്മയില്ല. പുതിയ കുട്ടിയാണ്. പിന്നെ അതല്ലേ ചോദിക്കാം ഫസ്റ്റ് കാണുമ്പോ. എന്താ അറിയാവാ? എന്റെ ഫോണുടെ കളർ എന്ത്? ഗോൾഡനും ക്രീമിഷ് എന്തോ ഒരു കളർ. അതുമല്ല ഡിസ്പ്ലേ അത് എന്താ പറഞ്ഞത്? എന്താ എന്താ ഗോൾഡന് ഹുവായിയുടെ കളറല്ലേ ചോദിച്ചോ? ബ്രാൻഡ് ഒഴിവാക്കാൻ. ഹുവായല്ല. എന്താ ഗോൾഡനും ക്രീമും ഒരു കളറാണ്. അല്ല, ഗോൾഡും അല്ല, വൈറ്റും ഉണ്ട്. ബാക്കില് വൈറ്റും മുന്നില് ഗോൾഡും. കളറ് ഗോൾഡ്. ഗോൾഡ് ഉണ്ട്, മുന്നിൽ ഗോൾഡ് ആണ്. മുന്നിൽ ഗോൾഡ് പക്ഷെ ബാക്കില് വൈറ്റ്. ഗോൾഡ് ഞാൻ പറഞ്ഞേ. എന്നാ ശരി, എന്റെ ഫോണിന്റെ ബ്രാൻഡ് ഏതാ? ഇത് നീ ചോദിക്കാതെ. ഗോൾഡ് ആണ്. പക്ഷെ ഡിസ്പ്ലേ പൊട്ടിയപ്പോ ഞാൻ എന്റെ ഫോണിന്റെ കളർ ഒന്ന് സ്ലൈറ്റ് ആയിട്ട് ചേഞ്ച് ആക്കിയിരുന്നു. അപ്പൊ ഇതിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. ഇതൊന്നും തന്നില്ലല്ലോ നമ്മൾ രണ്ടെണ്ണം. തീരെ തിന്നില്ല. നീ 2 പ്രാവശ്യം തന്നു. ഇതാ കൊറേ ഇവിടെ കിടക്കുന്നുണ്ട്. ഒന്നും തിന്നിക്കില്ല. ഇനി ബാക്കി 2 ക്വസ്റ്റ്യൻ. എനിക്ക് 2 ക്വസ്റ്റ്യൻ, ഇവൾക്ക് എനക്ക് 2 ക്വസ്റ്റ്യൻ. ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ അടുത്തത്. ഇത് അറിയായിരിക്കും.
എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട സോങ്, മൈ ഫേവറേറ്റ് സോങ്, എനിക്ക് അത്രയും ഇഷ്ടടി. എനിക്കിത് ഒരു എന്താ പറയാ, എനിക്ക് ഞാൻ പറഞ്ഞു ഇവൾക്ക് ഇഷ്ടമുള്ള ഏതെന്ന് പറയാ ഗേൾസ് ലൈക്ക് യു. പിന്നെ ഹിന്ദി പാട്ട് ഹിന്ദിയോ? എനിക്കിത് ഭയങ്കര ഇഷ്ടം. മീനിങ് ഓടിയ എനക്കറിയാം തേരാ പഞ്ചാവുക. അതിന് സോങ്ങാ അല്ല, പിന്നെ ഇത് റണേ തുവാ, അതിന്റെ പേര് പറയാം, പാട്ടിന്റെ പേര് അതിനല്ലേ പൽപ്പൽ ദിൽക്കെ പാസ്. എന്നോടാണ് കളി, ഞാൻ അവൾക്ക് ആ പാട്ട് പറഞ്ഞത്. എന്തായാലും എന്റെ ഫേവറേറ്റ് സോങ് ഫസ്റ്റ്. പക്ഷെ ഇവള് തെറ്റാണ് പറഞ്ഞത്. കൊറേ ഉണ്ട് പാട്ട്. ഇല്ല ഇല്ല ഫസ്റ്റ് ഓൾ എനിക്ക് തേരാ പഞ്ചാവുക കാണിച്ചത്. അപ്പൊ ഓൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചത്. പിന്നെ ഞാൻ ഓൾക്ക് അങ്ങോട്ടൊരു പാട്ടുണ്ട് പൽപ്പൽ ദിൽക്കെ പാസ്. പിന്നെ അത് ഓളെ ഫേവറേറ്റ് ആയി എനിക്ക് അറിയില്ല, പക്ഷെ കേൾക്കുന്നുണ്ട് ആ രീതിയിൽ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ആ പാട്ട്. എന്നോടാണ് കളി. ഇനി അടുത്ത് എന്റെ ഉപ്പാന്റെ പേരുന്നോ? എനിക്ക് ഇപ്പൊ ഒരു ഓർമ്മയുണ്ടായിരുന്നു. മൂസ. നീക്കാര പറഞ്ഞത് അതൊക്കെ ഉണ്ട്. എനിക്ക് ഓർമ്മ കിട്ടി, രക്ഷപ്പെട്ടിരിക്കുന്നു. ഇതാരും തിന്നുമെന്ന് തോന്നുന്നില്ല, കാരണം നമുക്ക് രണ്ടാമത് നന്നായി അറിയാം നമ്മളെന്താ. അപ്പൊ ഇത് എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോകുന്നതാണ്. ശരി, ഇത് കൂടുതലും എനിക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഞാൻ ദേഷ്യപ്പെടുമ്പോൾ, എനിക്ക് ദേഷ്യം വരുമ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡ് ഏതാണ്? അയ്യോ നീ കൊറേ തണ്ടി തണ്ടി വേണ്ട, ഇതാണോ നീ ഇതല്ലോ കൂടുതൽ യൂസ്? ഞാൻ ആക്ഷനോടെ എനിക്ക് ദേഷ്യം വരുമ്പോ അത് നീയല്ലേ പറയുന്നത്. അപ്പൊ ഞാൻ ദേഷ്യം വരുമ്പോ, പക്ഷെ ദേഷ്യം വരുമ്പോ അപ്പൊ ദേഷ്യം വരുമ്പോ ഞാൻ ചിരിച്ചിട്ടാണ് പക്ഷെ ഈ വേർഡ് പറയാ, ആക്ഷനോടെയാ പറയാ. എനക്കറിയുന്ന പിന്നെ ഇവളുടെ കൂടുതൽ ഞാൻ പറയല വേർഡ്. കുറച്ച് എന്താ 2 വേർഡ്സ് ഉള്ള വേർഡാണ്. ദേഷ്യം പിടിക്കാൻ പറഞ്ഞു. എവിടെ നീ കടിച്ചതോടെ? ആ അതാണ് കിട്ടൂല, പോയി. ഞാൻ നോക്കട്ടെ. ബ്ലഡി ഫുൾ മലയാള വേർഡാണ് എപ്പോഴും. അതുമല്ല ഇത് ഞാൻ ക്ലൂ തരാം. ഓക്കെ, ഞാനിത് എന്താ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് മറിയം. പിന്നെ അവൾക്ക് ഈ വേർഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ക്ലൂ തന്നു. അവൾ എപ്പോഴും പറയലുണ്ട്, നിന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ പറയലുണ്ട്. നീ കൊറേ വേർഡ് പറയലുണ്ട്. ഇല്ല, ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആക്ഷനോടെ ഞാൻ പറയുന്നത്. ശരിയായി ആക്ഷൻ കാണിച്ചു. ഇല്ല ഇല്ല, അപ്പൊ അത് ആക്ഷൻ കാണിച്ചാൽ അത് കിട്ടും. ഇല്ല ഇല്ല ഇല്ല, ആക്ഷൻ കാണിക്കൂല. അത് ഈസിയാണ്. ആക്ഷൻ കാണിച്ചാൽ ഏത് കുട്ടികൾക്കും മനസ്സിലാവും, കുട്ടികൾക്ക് മനസ്സിലാവും. പാസ്, ചാൻസ് കഴിഞ്ഞു. എനിക്ക് ഇതുപോലെ ചാൻസ് തന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയാൻ പോണാണ്. ഇവിടെ നപ്പിച്ചോ മോൻ തടിച്ചോട്ടിക്കോ. അത് ഞാൻ കൈയടിച്ചത് എങ്ങനെയാ നടക്കുന്നത്? അത് ഞാൻ പറഞ്ഞ വേഗം മനസ്സിലാവൂന്ന്. ഞാൻ ചോദിക്കാം. എരിയുന്നുണ്ടോ മുട്ട? പക്ഷെ എനിക്ക് അത്ര എരിവൊന്നും തോന്നിക്കില്ല. ഇവളെന്നെ ചില്ല് തീറ്റിപ്പിച്ചു. ഇനി ഇവളെ ഞാൻ തെറ്റിച്ചുള്ളൂ. ഇനി ഞാൻ എന്റെ ഉപ്പാന്റെ ലേറ്റസ്റ്റ് ആയ ഇപ്പൊ അടുത്ത് വാങ്ങിച്ചൊരു ഫോണിന്റെ ബ്രാൻഡ് നെയിം വിത്ത് മോഡൽ പറയൂ. പറയൂ. ശരി, ബ്രാൻഡ് പറഞ്ഞാലൂ പ്രശ്നമില്ല, പക്ഷെ അത് പറ്റൂല. മോഡൽ പറഞ്ഞെങ്കിൽ തിന്നണം. നിന്നെ ഞാൻ വിടൂല.
പക്ഷെ ഹാഫ് കുറച്ച് കുറച്ച്. ബ്രാൻഡ് നെയിം പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് പറഞ്ഞാൽ ഒരു കടിയെങ്കിലും മര്യാദക്ക് അടിക്കണം. ഓക്കെ, അപ്പൊ സാംസങ് അറിയാമോ? മറ്റത് 4 ക്യാമറ 4 ക്യാമറ 4 ക്യാമറ ഉണ്ട്, അറിയില്ല. ഓക്കെ, പ്രോ എന്താണ് ഇത് വേണം. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ല. ഇത് ആ, ഇത് വേണ്ട. മിഡിൽ പീസ് ഞാനും പോയിക്കുന്നതൊന്നും നടുക്ക് ഭയങ്കര ഇരുവായിരിക്കും. സാരില്ലടി, കുറച്ചല്ലേ നീ ഓടിക്കുന്നുള്ളൂ. സോ എന്റെ ഉപ്പാന്റെ ഫോണിന്റെ പേര് സാംസങ് നോട്ട് 10 ലൈറ്റ് ആണ്. സോ തിന്നോ, കുറച്ച് തിന്നു. എനിക്ക് ലൈറ്റ് ഓർമ്മയുണ്ട്. ലൈറ്റ് ഓർമ്മ പറയാണ്ടിരുന്നാണ് ആ, ഞാന് കിട്ടിയില്ല. ഓക്കെ, തിന്നാൻ പോകുന്ന കുറച്ച് കഴിച്ചാൽ മതി. ഓ എന്റെ ഉമ്മ എന്റെ എരി ഇതുവരെ പോയി കിടക്ക്. ഇത് ഭയങ്കര എരിവാട്ടായി നടുക്കെത്തിയപ്പോ. സത്യം ലാസ്റ്റ് തീരെ എത്തിയില്ല കേട്ടാ, ചീറ്റിങ് ആണ്. സോ അങ്ങനെ നമ്മളുടെ ഈ ചാലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോ ഈ ലോക്ക്ഡൌൺ കാലത്ത് ഐ മീൻ നമ്മള് എന്താ കൊറേ ചാലഞ്ചസ് ഫണ്ണിയായിട്ടുണ്ട്. നിങ്ങളെ എന്റർടൈൻ ചെയ്യുന്ന കൊറേ ചാലഞ്ചസ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. സിബ്ലിങ്സിനോടൊപ്പം എന്റെ അനിയന്മാരോടൊപ്പം വരുന്നുണ്ട്. സോ നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ ജീവിതത്തിൽ എന്നാൽ നമ്മളെ പുതിയ പുതിയ പോസ്റ്റിംഗ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇഷ്ടപ്പെട്ടത് മറക്കരുത്. ലൈക്ക്. ഓക്കെ, സബ്സ്ക്രൈബ് until then take care. Bye Bye bye.